തിരുവനന്തപുരം കല്ലമ്പലം MDMA കേസ് ദേശീയ അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നു. സഞ്ജുവിന്റെ വിദേശ ബന്ധങ്ങളും പരിശോധിക്കും. പിടികൂടിയതിനേക്കാൾ കൂടുതൽ MDMA സഞ്ജുവിന്റെ കയ്യിലുണ്ടായിരുന്നു. സിനിമാ ബന്ധം കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കും. മൂന്നാം ദിനവും സഞ്ജു ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ലെന്ന് പോലീസ് അറിയിച്ചു. റോ ഉദ്യോഗസ്ഥരും സഞ്ജുവിനെ ചോദ്യം ചെയ്തതായാണ് വിവരം. ശാലിനി ചേരുന്നു. ശാലിനി, തിരുവനന്തപുരം കല്ലമ്പലം MDMA കേസിൽ ദേശീയ അന്വേഷണ ഏജൻസികൾ കൂടി പരിശോധനയിലേക്ക് കടക്കുമ്പോൾ അതൊരു അടുത്ത ഘട്ട അന്വേഷണമായി തന്നെ മാറുകയല്ലേ? തീർച്ചയായും രോഹിണി, അങ്ങനെ തന്നെയാണ്. കല്ലമ്പലം ഡിവൈഎസ്പി ഈ കേസന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട് എങ്കിൽ പോലും ദേശീയ അന്വേഷണ ഏജൻസികളടക്കം ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. അതായത് ദേശീയ തലത്തിലടക്കം ഈ അന്വേഷണം ബാധിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലൊരു അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം കല്ലമ്പലത്ത് ഇത്തരത്തിൽ 4 പേർ MDMA 3 കോടിയിലധികം രൂപ വിലയുള്ള MDMAയുമായി പിടികൂടിയത്. പിടികൂടിയതിൽ തിരുവനന്തപുരം സ്വദേശികളായ ഒരു സഞ്ജു ഉണ്ട്, നന്ദു ഉണ്ട്, കൂടാതെ തന്നെ പ്രമീൺ, ഉണ്ണിക്കണ്ണൻ എന്ന് വിളിക്കുന്ന ഉണ്ണിക്കുട്ടൻ അടക്കമുള്ള 4 പേരെയാണ് പിടികൂടിയിട്ടുള്ളത്. ഇവരിൽ നിന്നും ഏകദേശം 3 കോടിയോളം രൂപയുടെ MDMA പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും വിദേശ ഏജൻസികൾക്ക് വേണ്ടി ഇവർ പ്രവർത്തിക്കുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ അന്വേഷിക്കുന്നത്. അതിൽ പ്രധാനമായും ഇവർക്കാരാണ് ഈ MDMA എത്തിച്ചു കൊടുക്കുന്നത്, എങ്ങനെയാണ് ഇവർ ഇവിടെ കേരളത്തിലേക്ക് ഇത് എത്തിച്ചത്, വിമാനത്താവളത്തിൽ ഇവർക്ക് ഇത് എത്തിക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ, വിമാനത്താവളത്തിൽ ഇവർക്ക് സഹായങ്ങൾ ലഭ്യമായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഘട്ടത്തിൽ അന്വേഷിക്കുന്നത്. IB ഒരു വിഭാഗം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുകയാണ്. തൊട്ടു പിന്നാലെ തന്നെ കസ്റ്റംസും ഈ ഒരു കേസിൽ അന്വേഷണം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് കൂടാതെ തന്നെ റവന്യൂ ഇന്റലിജൻസ് കൂടി ഈ കേസിൽ ഇടപെടൽ നടത്താൻ പോകുന്നു, അന്വേഷണം നടത്താൻ പോകുന്നു എന്നുള്ളതാണ്. ഇത് വിദേശത്തുമായി ബന്ധമുള്ളൊരു കേസാണ്. അപ്പോൾ സ്വാഭാവികമായും ആരൊക്കെ വിദേശത്ത് നിന്ന് ഇത്രയധികം സാധനം ഇവിടെ എത്തിച്ചു, അതിനേതെങ്കിലും തരത്തിലുള്ള കാരിയർ മറ്റാരെങ്കിലും ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കസ്റ്റംസ് അന്വേഷിക്കുന്നത്. കൂടാതെ തന്നെ റവന്യൂ ഇന്റലിജൻസും അത്തരത്തിൽ അന്വേഷണമാണ് ഇപ്പോൾ വ്യാപിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് 3 കോടിയോളം രൂപയുടെ MDMA ഇവരിൽ നിന്ന് പിടികൂടുമ്പോൾ അതിൽ കൂടുതൽ സാധനം ഈ സഞ്ജുവിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നത്. മുൻപും ഇത്തരത്തിലുള്ള കടത്തൽ ഇവർ നടത്തിയിട്ടുണ്ട് എന്നും സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് ദേശവിരുദ്ധ ശക്തികൾക്കടക്കം ഈ കേസിൽ ബന്ധമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ദേശീയ അന്വേഷണ ഏജൻസികൾ നടത്തുന്നത്. എന്തായാലും ഈ അടുത്ത കാലത്ത് പിടികൂടിയതിൽ ഏറ്റവും മൂല്യമുള്ള, ഏറ്റവും കൂടുതൽ ഗ്രാം വസ്തു പിടികൂടിയത്, MDMA പിടികൂടിയത് ഇവരിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലേക്ക് ഇവർ എത്തിക്കുന്നതിൻ്റെ പ്രധാന കണ്ണികൾ ഇവരാണ് എന്നുള്ള നിഗമനത്തിലേക്ക് കസ്റ്റംസും ഇന്റലിജൻസും എത്തുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കുകയും ചെയ്യുന്നത്. രോഹിണി. ശരി ശാലിനി, എന്തായാലും അന്വേഷണം കൂടുതൽ ഗൗരവതരമായ ഘട്ടത്തിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. തിരുവനന്തപുരം കല്ലമ്പലം MDMA കേസ് ദേശീയ അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുകയാണ്. ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.